സംസ്ഥാനത്തെ പ്രമുഖ ടെക്സ്റ്റൈൽസുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് 8 ടെക്സ്റ്റൈൽസുകളിൽ പരിശോധന തുടരുന്നു. 800 കോടിയുടെ വെട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് റെയ്ഡ്. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, സംസ്ഥാനത്തെ പ്രമുഖ ടെക്സ്റ്റൈൽസുകൾ കേന്ദ്രീകരിച്ച് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ 8 ടെക്സ്റ്റൈൽസുകളിലാണോ പരിശോധന തുടരുന്നത്? നികുതി വെട്ടിപ്പടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം വെച്ച് തന്നെയാണോ ഇപ്പോൾ നിലവിൽ ഈ റെയ്ഡ് നടക്കുന്നത്? രോഹിണി, വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പുകളാണ് ഈ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ നടത്തിയത് എന്ന് കണ്ടെത്തിയതിലാണ് വ്യാപകമായ ഒരു പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത്. വടക്കൻ കേരളത്തിലെ 8 ടെക്സ്റ്റൈൽ കേന്ദ്രങ്ങളിൽ ആണ് പരിശോധന തുടരുന്നത്. ഇപ്പോഴും കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അന്വേഷണ സംഘം ഇത്തരം ഒരു ക്രമക്കേടുകളുടെ പിന്നാലെയായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ 3 ദിവസം പരിശോധനകൾ തുടരുകയും ചെയ്യുന്നത്. പ്രധാനപ്പെട്ട മലബാർ മേഖലയിലെ പ്രധാനപ്പെട്ട വെഡ്ഡിംഗ് സെന്ററുകൾ, അതിൽ യെസ് ഭാരത് ഉണ്ട്, ശോഭികയുണ്ട്, ഫാമിലി ഉണ്ട്, ഗ്രാൻഡ് തേജസ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട് എന്ന കാര്യമാണ് ഇൻകം ടാക്സ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കാരണം വലിയ തോതിൽ നികുതി, പ്രത്യേകിച്ച് ടാക്സ് കൃത്യമായി അടക്കാതിരിക്കുക, GSTയിലുള്ള ക്രമക്കേട് അടക്കമുള്ള വെട്ടിപ്പുകളാണ് പല സ്ഥാപനങ്ങളും നടത്തിയിരുന്നത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംശയകരമായത് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ വലിയ തോതിലുള്ള പരിശോധനകൾ നടത്തിയിരിക്കുന്നത്. പ്രധാനമായും ഉപഭോക്താക്കളിൽ നിന്ന് GST വാങ്ങുകയും പിന്നീട് ആ GST കണക്കുകളിൽ കാണിക്കാതെ കൃത്രിമം നടത്തുകയുമായിരുന്നു ചെയ്തിരുന്നത്. പലപ്പോഴും ഉണ്ടായിരുന്ന ആകെ മൊത്ത വിൽപ്പനയുടെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ കണക്കുകളിൽ കാണിച്ചിരുന്നത്. കാരണം പ്രധാനമായും ഹവാല ഇടപാടുകാർ ഈ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു. കള്ളപ്പണ ഇടപാടുകാർ ഈ തട്ടിപ്പിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഹവാല, കള്ളപ്പണ ഇടപാടുകാർ കൃത്യമായി തന്നെ ഈ തട്ടിപ്പിന് വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. മുംബൈയിൽ നിന്നടക്കം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റൈൽസ് ഉടമകൾ സാധനങ്ങൾ, തുണിത്തരങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബില്ല് അടച്ചിരുന്നത് അവിടെയുള്ള ഹവാല ഇടപാടുകാരും സ്വർണ്ണ കടത്തുകാരും എല്ലാമായിരുന്നു. ആ പണം അവർ അടയ്ക്കുന്നു. അതിനുശേഷം പിന്നീട് ഇത് കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിന്ന് പണം ഇവിടെയുള്ള ഹവാല ഇടപാടുകാർക്കും അവരുടെ ഏജന്റുമാർക്കും ഈ തുണിക്കട ടെക്സ്റ്റൈൽസ് ഉടമകൾ നൽകുകയായിരുന്നു ചെയ്തത്. ഇങ്ങനെയാണ് വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി വ്യാപകമായ പരിശോധനകളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നത്. അത് ഇന്നും തുടരുകയാണ്. ആദായ നികുതി വകുപ്പിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമാണ് പരിശോധന നടത്തുന്നത്. 60ഓളം ഉദ്യോഗസ്ഥർ ഈ പരിശോധനയിൽ പല ഭാഗങ്ങളിലായി പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം തട്ടിപ്പുകൾ ഒരേ സമയം ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതിലൂടെ ഈ സംഘങ്ങൾ അല്ലെങ്കിൽ കൃത്രിമം നടത്തിയ ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പുറത്ത് നിന്ന് വലിയ തോതിൽ തുണിത്തരങ്ങൾ മൊത്ത വിൽപ്പനക്കാരിൽ നിന്ന് എടുക്കുന്നു. ഈ മൊത്ത വിൽപ്പനക്കാർക്ക് പണം നൽകിയിരുന്നത് ഹവാല ഇടപാടുകാരാണ്. അങ്ങനെ പണം കുഴൽപ്പണമായി നേരിട്ട് കേരളത്തിലേക്ക് എത്തുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികളായിരുന്നു ഈ ടെക്സ്റ്റൈൽസ് ഉടമകൾ ചെയ്തു വന്നിരുന്നത് എന്ന കാര്യമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾക്ക് ആരംഭം കുറിച്ചത്. തുടർന്ന് ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യമാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 4 ടെക്സ്റ്റൈൽസുകൾ അടക്കം 8 കേന്ദ്രങ്ങളിൽ പരിശോധന തുടരുന്നു. അതിൽ കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും വയനാട്ടിലെയും എല്ലാം തന്നെ ടെക്സ്റ്റൈൽസുകളുണ്ട്. മലപ്പുറത്ത് ചില ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയുള്ള ആ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ നിരവധി ഉദ്യോഗസ്ഥർ ഒരേ സമയം പരിശോധന നടത്തുകയാണ്. GST വെട്ടിപ്പുകൾ എത്രമാത്രം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ വരുമാനം കുറച്ച് കാണിച്ചുകൊണ്ടുള്ള കൃത്രിമ തട്ടിപ്പുകൾ, മൊത്ത വിൽപ്പനയിൽ നടത്തിയിട്ടുള്ള ആദായ നികുതി വകുപ്പിനെ മൊത്ത വിൽപ്പനയുടെ കണക്കുകൾ അറിയിക്കാതെയുള്ള ക്രമക്കേടുകൾ എന്നിവയെല്ലാം തന്നെ അന്വേഷിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രോഹിണി, ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.